അപ്പോൾ നമ്മൾ വിർജീനിയയിൽ ലിഞ്ച് ഡൗൺ ടൗൺ എന്ന സ്ഥലത്ത് ഉള്ള കോട്ട് സ്ട്രീറ്റിലാണ്. അപ്പോൾ അവിടെ ഉള്ള മോണുമെൻറ്റ് ടെറസ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇതൊരു വാർ മെമ്മോറിയൽ പോലെയാണ്. ഇപ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് അവർ കോൺഫെഡറേറ്റ് സോൾജേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ താഴെ റോഡ് വരെ മോണുമെൻറ്റ് ടെറസാണ്. ഇവിടെ ഒരു ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ സിറ്റിനെ കുറിച്ചൊക്കെ പറയണ്ടേ, കോട്ടോണിനെ കെട്ടി പറയുന്നുണ്ട്. 1750-കളിലാണ് ഇവിടെ തുടക്കം. പിന്നെ ഇവിടുത്തെ ഒരു മാപ്പ് പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വേണ്ട കാണാൻ പറ്റിയ സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് വേറൊരു മോണ്യുമെൻ്റാണ്. ഇവിടുത്തെ മോണ്യുമെൻറ്റ് ടെറസിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതൊരു സ്കൾപ്ചർ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പർപ്പിൾ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു മിലിറ്ററി ഓണറാണ്. അപ്പോൾ അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്ക്രിപ്ഷനാണ്. My stone is red for the blood they shed. The medal I bear is my country's way to show their care. If I could be seen by all my kind, maybe peace will come in my lifetime. എന്നാണ് പറയണത്. ഡയലോഗിന് പറയണ്ടത്, വി ഫ്യൂ വി ഹാപ്പി ഫ്യൂ വി ബാൻഡ് ഓഫ് ബ്രദേഴ്സ്, for he today who sheds his blood with me shall be my brother. നല്ല അടിപൊളി ഡയലോഗ്സൊക്കെയാണ്. ഇതിൻ്റെ അതർ സൈഡ് ഓഫ് ദ ഇൻസ്ക്രിപ്ഷനാണ്. അപ്പോൾ പർപ്പിൾ ഹാർട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇവിടെ. മിലിറ്ററി ഓർഡർ പർപ്പിൾ ഹാർട്ട് 1782 ഓഫ് ദ USA. 1782-01 the USA 1932. അപ്പോൾ അവരുടെ നേവി, മറൈൻസ്, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ്, ആർമി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിമ്പിളുകളാണ് ആ ചുറ്റും കൊത്തി വെച്ചേക്കണം. ഇവിടെ ഒരു കസേരയിട്ടുണ്ട്, ദ മിലിറ്ററി ഓർഡർ ഓഫ് ദ പർപ്പിൾ ഹാർട്ട്, ചാപ്റ്റർ 1607. ഈ മോണുമെൻറ്റ് ടെറസിൽ ഇങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇത് വിയറ്റ്നാം വാർ മെമ്മോറിയൽ പോലെയാണ്. വിയറ്റ്നാം 1961-1973. The Lord God of hosts be with us yet, lest we forget. റഡിയാർഡ് കിപ്ലിംഗ്. വാറിൽ മരിച്ച ആൾക്കാരുടെ പേരൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചത്. Those who died, Elwood L. Houston, James E. Hughes. എല്ലാവരും പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വേറൊരു ഇൻസ്ക്രിപ്ഷനാണ്. ലിഞ്ച്ബർഗ് 1786-1986. The memorials on the World War II, Korean and Vietnam War terraces were erected here in honor of all who served in the armed forces of the United States during those wars and are dedicated to the memory of those men from Lynchburg who died in defense of our nation. മെയിനായിട്ട് വേൾഡ് വാർ II, കൊറിയൻ, വിയറ്റ്നാം വാർ. അപ്പോൾ അതിൻ്റെ ഇൻസ്ക്രിപ്ഷൻസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞേക്കുന്നതാണ്. അപ്പോൾ ഇത് 1986 സ്ഥാപിച്ചത്. അപ്പോൾ ഈ മെമ്മോറിയൽ കമ്മിറ്റി ഈ ഫണ്ടിങ് കമ്മിറ്റി അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
ഇതൊരു വേറൊരു ഇൻസ്ക്രിപ്ഷനാണ്. പൗമിയ യു ആർ നോട്ട് ഫർഗോട്ടൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ഈ കൊറിയൻ വാറായിട്ട് റിലേറ്റഡ് ആണോ എന്ന് വെച്ചാൽ അറിയില്ല. ഇതൊരു കൊറിയൻ വാർ മെമ്മോറിയൽ പോലെയാണ്. ഇവിടെ ഒരു കൊത്തുപണി പോലെ ഉണ്ട്. പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മറൈൻ കോർപ്സ്. പിന്നെ ഇത് ഇൻസ്ക്രിപ്ഷൻ ഇതാണ്, കൊറിയൻ വാർ 1950 to 53. ഐ know that wars do not end wars. ഹെൻറി ഫോർഡ്. പിന്നെ ഷഹീദന്മാരുടെയൊക്കെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഡങ്കൺ മക്ലിയോഡ്, റോബർട്ട് കോൺലി. എല്ലാവരും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വേൾഡ് വാർ 2 മെമ്മോറിയലായിട്ട് ഇറക്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് വാർ ഹാസ് ബീൻ ആൻ അറേ ഓഫ് ദ ഫോഴ്സസ് ഓഫ് ഈവിൾ അഗെയിൻസ്റ്റ് ദോസ് ഓഫ് റൈറ്റസ്നെസ്. അപ്പോൾ 1941 to 45 അവർ തോക്ക് പോലത്തെ തോക്ക് തന്നെയാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഷഹീദുകളുടെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വേൾഡ് വാർ 2. ഇതും വേൾഡ് വാർ 2 ഒരു മെമ്മോറിയലാണ്. അപ്പോൾ മരിച്ച ആളുകളുടെ പേരുകളാണ് എൻ്റെ അത് എഴുതി വെച്ചത്. പിന്നെ ഉള്ളത് ഐസൻഹോവർ പറഞ്ഞ ഡയലോഗല്ല സ്റ്റേറ്റ്മെൻറ്റ്. നോ മാറ്റർ വാട്ട് ദ കോസ്റ്റ് ദ വാർ ഹാഡ് ടു ബി വൺ. ഡി ഐസൻഹോവർ. പിന്നെ ഇവിടെ ഒരു ലിഞ്ച്ബർഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഡെസ്മണ്ട് തോമസ് ഡോസ്. ഇത് ചരിത്രമൊക്കെ പറയാനുണ്ട്. Served in combat on Guam and later and was awarded 2 Bronze Stars for bravery while treating the wounded. 77th Infantry Division during the Battle of Maida Escarpment on Okinawa. He saved more than 75 men May 5, 1945 by lowering them down a cliff one by one under the intense fire using a rope knot he devised. Dose was wounded several times during the night of May 21-22. Carrier of the battlefield on a stretcher, he gave up his place to another wounded soldier. Dose received the Medal of Honor from President. നാഷണൽ സെമിട്രിയിൽ പറയുന്നതെന്ന് വരെ എഴുതിയിട്ടുണ്ട്. നടത്തിയ രക്ഷാപ്രവർത്തനം ഇങ്ങനെ റോപ്പിൽ ഫയറിങ്ങിൻ്റെ ഇടയിൽ വൂണ്ടഡ് സോൾജേഴ്സിനെ രക്ഷപ്പെടുത്തി ഇറക്കി എന്നാണ് പറയുന്നത്. ഇതൊരു വേറൊരു മെമ്മോറിയലാണ്. ടു ദ മെമ്മറി ഓഫ് സോൾജേഴ്സ്, സെയിലേഴ്സ് ആൻഡ് മറൈൻസ് ഓഫ് ദ സ്പാനിഷ് അമേരിക്കൻ വാർ 1898 to 1902. പിന്നെന്താണ്, ഫിലിപ്പൈൻ ഐലൻഡ്സ്, പോർട്ടോറിക്കോ, യുണൈറ്റഡ് സ്പാനിഷ് വാർ വെറ്ററൻസ് 1898 to 1902. എറക്റ്റഡ് ബൈ അത് എറക്റ്റ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഇതിപ്പോൾ മോണിമെൻറ്റ് ടെറസിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ അത് സ്ഥാപിച്ച് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ എഴുതിയേക്കുന്നത്.
1924 തുടങ്ങി. 20 മുതൽ 24 വരെ പണി ചെയ്തു. 25 കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ ആർക്കിടെക്റ്റിൻ്റെ പേരും സിറ്റി മാനേജറിൻ്റെ പേരൊക്കെ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി, ഇവരുടെ ഐക്കൺ ഇതാണ്. അതിപ്പോൾ നീതിരാധയുടെ പടം കൊടുക്കുന്നുണ്ട്. ഇത് മോണിമെൻറ്റ് ടെറസിൻ്റെ തൊട്ട് താഴെയിട്ട് നല്ലതാണ്. ഇതിപ്പോൾ ഇതൊരു സോൾജറിൻ്റെ സ്റ്റാച്യു പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എഴുതിയേക്കുന്നതാണ്: ഇൻ ഹോണർ ഓഫ് ദ മെൻ ഓഫ് ലിഞ്ച്ബർഗ് വെർജിനി ഹൂ സെർവ്ഡ് ഇൻ ദ വാർ 1917 വേൾഡ് വാർ 1918. ആ കാലഘട്ടത്തിൽ വേൾഡ് വാറിൽ സെർവ് ചെയ്തവരുടെ ഓണറിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ മോണിമെൻറ്റ് ടെറസിൻ്റെ. പിന്നെ ഇവിടെ ഒരു തൂക്കുവലയും വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ബ്രോഷർ വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും എടുക്കാൻ വേണ്ടി പറ്റും. മോണിമെൻറ്റ് ടെറസും നമ്മളിപ്പോൾ കാണിച്ചത്, പിന്നെ ലിഞ്ച്ബർഗ് മ്യൂസിയം, പിന്നെ ഗൈഡ് ടു ജെയിംസ് റിവർ ആർട്സ് ആൻഡ് കൾച്ചർ ഡിസ്ട്രിക്റ്റ് അതും വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം കൂടി, ഇത് മോണിമെൻറ്റ് ടെറസ് റെസ്റ്റോറേഷൻ പ്രോജക്റ്റ്, അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, കമ്മിറ്റി ഫോം ചെയ്തതിൻ്റെ. ഇതാണ് മോണിമെൻറ്റ് ടെറസ് റെസ്റ്റോറേഷൻ പ്രോജക്റ്റ്. അപ്പോൾ മേജർ കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പട്ടാളക്കാരൻ്റെ തൊപ്പിയും ബൂട്ട്സും തൂക്കം വെച്ചിട്ടുണ്ട്, ഒരു മോണമെൻ്റ് പോലെ. പിന്നെ ബാഡ്ജ് ഓഫ് മിലിറ്ററി മെറിറ്റ്, കോമ്പാറ്റ് wounded, the military order പർപ്പിൾ ഹാർട്ട്, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് മോണിമെൻറ്റ് ടെറസ് മെമ്മോറിയൽ ബ്രിക്സ്. അപ്പോൾ ഓരോ സോൾജേഴ്സിൻ്റെയും മെമ്മറി ആയിട്ട് ബ്രിക്സ്, മരിച്ചുപോയ സോൾജേഴ്സിൻ്റെ അത് ബ്രിക്കായിട്ടുണ്ട്. ആ ബ്രിക്ക് ഇവിടെ റോഡിൽ ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സൈറ്റിൽ പോയ കൂടുതൽ അറിയാൻ പറ്റും. PolarEngraving.com, മിലിറ്ററി ഓർഡർ ഓഫ് പർപ്പിൾ ഹാർട്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇത് മോണിമെൻറ്റ് ടെറസ് ബിൽഡിംഗ്. അതൊരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ എന്താണുള്ളതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് മോണിമെൻറ്റ് ടെറസ് ബിൽഡിംഗ്. അത് മോണിമെൻറ്റ് ടെറസ് ബിൽഡിംഗ് ടൈമിങ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളേതായാലും ഇപ്പോൾ 5 മണി കഴിഞ്ഞു, അത് കാരണം ഇപ്പോൾ കയറാൻ പറ്റില്ല.